ജീവിതമാകുന്ന കംഫർട്ട് സോണിലൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മൾ ആ സോണിൽ നിന്ന് ഒന്ന് മാറ്റം വരികയോ അല്ലെങ്കിൽ മാറി നടക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതിലൂടെ ഇങ്ങനെ സുഖമായിട്ട് പോകണം. അതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു വ്യതിചലനം ഉണ്ടായിക്കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ടാകാം. ഒന്ന്, ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ റിജിഡ് ആവുക. ഈ മാറ്റം വരാതിരിക്കാൻ വേണ്ടി കുറ്റം പറഞ്ഞ് പഴയ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ച് ഇങ്ങനെ നമ്മൾ നടക്കും. അല്ലെങ്കിൽ രണ്ടാമതായിട്ട് ആ മാറ്റം എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ ചിന്തിക്കേണ്ടത്, എന്തോ ഒരു പുതിയ നന്മ എന്നിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കാനുണ്ട്. അതിനുവേണ്ടിയാണ് ആ മാറ്റം എന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഈ കംഫർട്ട് സോൺ പൊളിച്ചാലാണ് എനിക്ക് ആ പുതിയ മാറ്റത്തിലേക്ക് കടന്നു വരാൻ പറ്റുള്ളൂ. നമ്മളൊക്കെ ഈ കംഫർട്ട് സോണിൽ നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ദൈവം നടന്ന വഴികൾ നമ്മൾ ഓർക്കണം, കംഫർട്ട് സോണിലല്ല. അതുകൊണ്ടാണ് ഈ കുരിശിലേറേണ്ടി വന്നത്. അത് ഉത്ഥാനത്തിലേക്ക് നയിക്കുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും. അതുകൊണ്ടാണ് വചനം പറഞ്ഞു വെക്കുന്നത്, ഞാൻ പോകുന്നത് നന്മയ്ക്ക് വേണ്ടിയാണ്. നന്മ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നതിന് വേണ്ടിയാണ്. ഇതുപോലെ പല നന്മകൾക്കും വേണ്ടി ചില കംഫർട്ട് സോണുകളിൽ നിന്ന് നമ്മൾ മാറേണ്ടി വരുമെന്ന് ഓർക്കുക. അങ്ങനെ വരുമ്പോൾ മനസ്സിനെ കുറ്റപ്പെടുത്തി നിരാശപ്പെടുത്തി ജീവിക്കാതിരിക്കുക. അതിൽ ആ മാറ്റത്തിൽ എന്തോ ഒരു നന്മയുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ.